അമേരിക്കയിലെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. നമ്മളിവിടെ വാട്സപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അമേരിക്കയിൽ ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റേറ്റ് ഫ്രീ ആണ്. അവിടെ ഒരു 30% ആളുകൾ മാത്രമേ വാട്സപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആളുകൾ ഐ മെസ്സേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്. കാരണം അവരുടെ സർക്കിളിൽ എല്ലാവരും ആപ്പിൾ ഫോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താ വേണ്ടത്? ഈസിലി കമ്മ്യൂണിക്കേഷൻ. വേറൊരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഫോണിലുള്ള ഐ മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് യൂസ് ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സർക്കിൾ ഓഫ് ആളുകൾ അതിൽ യൂസ്ഡ് ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് കോസ്റ്റ്ലിയാണ്. അവിടെയാണ് വാട്സപ്പ് ഇന്ത്യയിലേക്ക് കയറി കൊളുത്തിയത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇന്ത്യക്കാരുടെ ഒരു ഡെയിലി യൂസിങ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. നമ്മുടെ ഡെയിലി മെസ്സേജസും വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് സെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആപ്പ് യൂസേഴ്സ് വളരെ കുറവാണ്. സോ ലൈക്ക് രണ്ട് രാജ്യങ്ങൾ രണ്ട് ഇൻട്രസ്റ്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ആളുകൾ എവിടെയാണോ സ്ഥിരമായിട്ടുള്ളത്, അതായത് ഇപ്പൊ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് ഒക്കെ വാട്സപ്പിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. അമേരിക്കയിലെ കേസിലാണെങ്കിൽ അവരെല്ലാം കൂടുതൽ ഐ മെസ്സേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് ഈ ഒരു എക്സ്ട്രാ പ്ലാറ്റ്ഫോമിന്റെ ആവശ്യം തന്നെയില്ല. സോ ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരു ആളുകളുടെ ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം തന്നെ. നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് വന്നാൽ പോലും ആളുകൾ സ്ഥിരമായിട്ട് എവിടെയാണ് നിൽക്കുന്നത് അവിടുന്ന് ആളുകൾ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാട്ട് യു തിങ്ക്? കമന്റ് ചെയ്യാം.